സർവമായ സർവമായ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫീലാണ്, ഒരു പക്ക ഒരു ഫീൽ ഗുഡ് മൂവി. പടത്തിൻ്റെ ഒരു ജോണർ ഒരു ഹൊറർ കോമഡി എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് പടം കാണുന്നവർക്കറിയാം ഇതെങ്ങനെയാണ് മൂവി എന്നുള്ളത്. ഈ പടത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിവിൻ പോളി ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂസിനകത്ത് അവർ പറയുന്നുണ്ട്, ഇത് ഒരിക്കലും ഒരു പക്ക പൊട്ടിച്ചിരിപ്പിക്കൽ പടമോ അല്ലെങ്കിൽ പണ്ടത്തെ നിവിൻ പോളിയുടെ കൂട്ടത്തെ കുറേ ഫൺ എലമെൻസും എല്ലാം കൂടെ കൂടി ചേർത്ത് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞേക്കുന്ന പോലെ തന്നെ കുറച്ച് സ്വീറ്റ് സ്പോർട്സ്, അതേപോലെ തന്നെ ലൈറ്റ് ഹാർട്ടഡ് കോമഡീസ് എല്ലാം ഉള്ളൊരു നല്ലൊരു പടം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര എൻജോയ് ചെയ്ത് ഫ്രീ ആയി റിലാക്സായി നല്ലൊരു മൂവി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതിനകത്തുനിന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു മൂവി. പടത്തിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നത് അഖിൽ സത്യനാണ്. ഈ പണ്ടത്തെ ഈ ചില സത്യനന്ദിക്കാടൻ മൂവീസൊക്കെ കാണുന്നില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ഫീൽ നമുക്ക് ഈ ഒരു പടത്തിൽ നിന്ന് കിട്ടും. പടം ഇന്നലെ ആയിരുന്നു റിലീസ്. ഇന്നലെ ക്രിസ്മസിൻ്റെ കുറച്ച് തിരക്കുകൾ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് റിവ്യൂയിലൊക്കെ എത്താൻ പറ്റില്ല. സോ നമുക്ക് പടത്തിലേക്ക് നോക്കുന്ന ടൈമിൽ കാസ്റ്റിങ്ങിൽ പറയുകയാണെങ്കിൽ നിവിൻ പോളി, അജു വർഗീസ്, നമുക്ക് ഈ ഒരു മൂവിയിൽ നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷൻ ഉണ്ട്, നല്ലതായിട്ട് വർക്ക് അയക്കുന്ന നല്ല കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, റിയ ഷിബു എന്ന് പറയുന്നൊരു ആക്ട്രസ്. പുള്ളിക്കാരി ഈ സിനിമയിലൊരു മെയിൻ ഘടകമാണ്. അതാരാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ സ്പോയിലറാവും. പക്ഷേ ആളും നിവിൻ പോളി ഇവരാണ് ഈ ഒരു പടം ത്രൂ ഔട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരിയാണോ നായിക എന്ന് ചോദിച്ചാൽ നായിക പുള്ളിക്കാരിയായിട്ട് വരില്ല. നായിക കഥാപാത്രം ചെയ്തിരിക്കുന്നത് പ്രീതി മുകുന്ദ് എന്ന് പറയുന്നൊരു ആക്ട്രസ്സാണ്. പക്ഷെ നിവിൻ പോളി, റിയ ഷിബു ഈ ഒരു പടം പോയി കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഇപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ എല്ലാം ഒരു റിലീവ്. ഞാനൊരു കാം ഫ്രഷ് മൂഡ് നിൽക്കും ഇപ്പോൾ പടം കണ്ടിറങ്ങി. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു നല്ലൊരു പടം. കുറച്ച് സ്വീറ്റ് സ്പോർട്സ് ആയിട്ടുള്ള കോമഡീസ് പരിപാടി എല്ലാം കൂടെ ചേർന്ന നല്ലൊരു മൂവി. ഞാനിതിപ്പോൾ കുറേ തവണ റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട്. എനിക്കറിയാം ഞാൻ അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ളൊരു നല്ലൊരു പടമായിട്ടാണ് ഞാൻ എഗെയിൻ ആൻഡ് എഗെയിൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഓരോരുത്തരുടെയും അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ അജു വർഗീസ്, നിവിൻ പോളി കോംബോ നമുക്ക് നല്ലതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതേപോലെ പഴയ പോലത്തെ ഭയങ്കര അടിച്ചുപൊളി അല്ലെങ്കിൽ തല്ലിപ്പൊളി കുറച്ച് സെറ്റപ്പ് കോളേജ് ലൈഫ് അങ്ങനത്തെ പരിപാടിയല്ല. ഇതിനകത്തൊരു കുറച്ച് മെച്യൂറായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സുണ്ട്. പിന്നെ രഘുനാഥ് പലേരി എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് നിവിൻ പോളിയുടെ ഫാദറായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമുക്കറിയാം ആൾ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഒരു അച്ഛൻ ക്യാരക്ടേഴ്സ് ഒരു നല്ലൊരു എലമെൻറ്റ് തന്നെ ഇതിനകത്ത് ചിത്രത്തിനകത്ത് ഭാഗമാകാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ മധു വാര്യർ ഈ മൂവിയിലുണ്ട്. നിവിൻ പോളിയുടെ ചേട്ടനായിട്ട് മധു വാര്യർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിനകത്തൊരു ഫ്രണ്ട്സ് സെറ്റപ്പിൽ നിന്ന് മാറി നിവിൻ പോളിയും അജു വർഗീസും കസിൻസ് എന്നുള്ളൊരു സെറ്റപ്പിലാണ് വരുന്നത്. അതേപോലെ തന്നെ അൽത്താഫ് സലീം ഒരു ഡെലിവറി ബോയുടെ വേഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ആളുടെ ആണെങ്കിലും കൊടുത്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ റോൾ വെച്ചിട്ട് നല്ലവണ്ണം കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. ജനാർദ്ദനൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടറാണ്. അതായത് ഈ ഒരു കൂടുതലും ഇതിനകത്തൊരു വീട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് നിവിൻ പോളി, ജനാർദ്ദനൻ, ഈ പറയുന്ന റിയ ഷിബു ഇവരാണ് നമ്മളെ ആ ഒരു ഫ്രഷ് ഫീൽ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് നയിക്കുന്ന എനിക്ക് ഇവരായിട്ടാണ് തോന്നിയത്. ജനാർദ്ദനെ ആണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഹൃദയപൂർവ്വത്തിന് ശേഷം ഇതിലൂടെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എനിക്ക് പടത്തിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നല്ല രീതിക്ക് കാസ്റ്റിങ്ങും ഡയറക്ഷനും ഐ തിങ്ക് ഈ മൂവി കൊണ്ടുപോകുന്ന ആ ഒരു ഫീല് അഖിൽ സത്യൻ ഓൾറെഡി എഡിറ്ററും കൂടാണ്. സോ ഒരു എഡിറ്റർ മൂവി എടുത്തു വെക്കുമ്പോൾ ഉള്ളൊരു രീതി ഉണ്ടല്ലോ, സോ അതുകൊണ്ടുകൂടാന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു ലെവലിൽ കൂടി ഈ മൂവീസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടൊരു കാര്യമാണ് BGM അല്ലെങ്കിൽ മ്യൂസിക് പരിപാടിയൊക്കെ. ഇതിൻ്റെ ആ ഒരു ഫ്രഷ് ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന വേറെ സംഭവം, ഈ നമുക്ക് കേൾക്കുമ്പോൾ നല്ല കാമായിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മ്യൂസിക് ഉണ്ടല്ലോ. ഈ മ്യൂസിക് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പോകും, അല്ലെങ്കിൽ തന്നെ പടത്തിൽ വന്നേക്കുന്ന മെയിനായിട്ടുള്ള സോങ്സ് എല്ലാം അത് നമുക്ക് ആ
എന്താ പറയുക ബ്ലെൻഡായി പോകാമെന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ പോകുന്ന തരത്തിലുള്ളൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, ആ ഒരു ഇന്ന് നടക്കുന്നൊരു നാടൊക്കെ ഉണ്ട്. ഈ നാടൊക്കെ കാണിക്കുന്നൊരു രീതിയുണ്ട്. നമുക്കങ്ങ് ആ ഒരു സിനിമയിലേക്ക് നമ്മൾ ഇൻഡെപ്ത് ഇറങ്ങിച്ചില്ല. ആ നാടിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി, പരിപാടി, സിനിമാറ്റോഗ്രഫിയും കളറിങ്ങും ഒക്കെ പക്ക എഡിറ്റിംഗ് ആണെങ്കിലും. എനിക്ക് പടത്തിനകത്ത് എനിക്ക് നെഗറ്റീവ്സ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് എനിക്ക് ആ പടം ഒരു നെഗറ്റീവായിട്ട് തോന്നി ലാസ്റ്റുള്ളൊരു നിവിൻ പോളിയുടെ അറ്റ് ലാസ്റ്റ് ഒരു മ്യൂസിക്കിൻ്റെ ഒരു സംഭവമുണ്ട്. അതിനകത്ത് നിവിൻ പോളി നിൽക്കുമ്പോൾ എനിക്ക് അത്രയും നേരം ഉണ്ടായിരുന്നൊരു നിവിൻ പോളി എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. ഒരു മിനിറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ഇല്ല. അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ബാക്കി നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമ. കാരണം ഇതിനു മുമ്പായിട്ട് ഫാർമ എന്ന് പറയുന്നൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പഴയ നിവിൻ പോളി ഇല്ലേ, നമ്മൾ വിചാരിക്കുന്നിടത്ത് ചിരിക്കുക, അല്ലെങ്കിൽ ആ ആൾ അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നാറില്ല. ഭയങ്കര നാച്ചുറലായിട്ട് നമ്മളൊരാളായിട്ട് ബ്ലെൻഡായി നിൽക്കുന്നൊരു ഫീലൊക്കെ ആ ഒരു പഴയ നിവിൻ പോളിയെ നമുക്ക് ഈ ഒരു മൂവീസിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയുള്ള നിവിൻ പോളിയുടെ കുറേ ലൈനപ്സ് നമുക്കറിയാം, ബേബി ഗേൾ ഉൾപ്പെടെ കുറേ ഡോൾബി ജനറേഷൻ, അങ്ങനെ കുറേ ലൈനപ്സ് ബാക്കിയുണ്ട്. അതിനകത്തെല്ലാം ഇതേപോലെ തന്നെ പോകുന്നൊരു നിവിൻ പോളിയെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ കൊതിക്കുകയാണ്. കാരണം നമുക്ക് കുറേ നാളും കൊണ്ട് നമ്മൾ നിവിൻ പോളി പടം കാത്തിരുന്ന് അവസാനം അങ്ങനെ തിയേറ്ററിൽ ഒരു നിവിൻ പോളി പടം വന്നിരിക്കുകയാണ്. അതിൻ്റെ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്തിടെ ഇറങ്ങി എൻ്റെ ഇപ്പോഴത്തെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സർവ്വമായ. കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടം. ഇതിൽ വെറുതെ സ്റ്റണ്ടോ പരിപാടികളോ അടിയിടി കുത്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മളെ ഇങ്ങനെ ഒരു കാം ക്വയറ്റ് അങ്ങനെ കൊണ്ടുപോകുന്നൊരു പടം. പിന്നെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നതാണ് അരുൺ അജികുമാർ, നമ്മുടെ ഈസ്തറ്റിക് കുഞ്ഞമ്മയുടെയൊക്കെ ആളുടെ ആണെങ്കിൽ ആ ഒരു 1-2 സീനിൽ ഇങ്ങനെ വന്ന് പോകുന്ന കൂടുതൽ പറഞ്ഞ സ്പോയിലറായിപ്പോൾ ആൾ നല്ലതായിട്ട് തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം. നിങ്ങൾ പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഈ പടം കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹൊറർ കോമഡി എന്ന് പറയുന്ന ഒരു ജോണറിലാണ് ഈ പടം വരുന്നത്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമുക്ക് ഇങ്ങനൊരു സാധാരണ ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് സെറ്റപ്പ് അങ്ങനെ നമ്മൾ വേണ്ട എന്നുള്ളൊരു ഇത് വരും. പക്ഷേ ഈ പടം കണ്ടുമ്പോൾ നമുക്കും ഇതേപോലത്തെ ഒരു ഗോസ്റ്റിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീല് കിട്ടുന്ന വിധം അഭിനയിച്ചിട്ടുണ്ട്. അതാരാണ് എന്താണ് എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പടം സ്പോയിലറായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പറ്റുന്നവർ എത്രയും പെട്ടെന്ന് നമുക്കുള്ളൊരു ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ടാണ് അഖിൽ സത്യൻ തിരിച്ചെത്തിയിരിക്കുന്നത്. ആൻഡ് നിവിൻ പോളി പടം ക്രിസ്മസ് ഗിഫ്റ്റ് 2025 അവസാനം അടിപൊളിയായിട്ട് തന്നെ എൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് OTTയിലും നിങ്ങൾക്ക് ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ BGM സ്കോറ്, കമ്പോസിങ്, മ്യൂസിക് പരിപാടി അതെല്ലാം ഒന്ന് പക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. OTTയിലും ഈ പടം വർക്കാണ് എല്ലാവർക്കും, അത് 100% ഷുവറാണ്. ബട്ട് ആ ഒരു ഇപ്പം എൻ്റെ ഒരു ഫ്രഷ് കാം എനിക്കുണ്ടായിരിക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫ് ആ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു ഫാമിലി മൂവി പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പറ്റുവാണെങ്കിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നന്ദി.